ഫ്രോയിഡിനെ പോലെയുള്ള പാശ്ചാത്യ ചിന്തകരെ പോലും വിസ്മയിപ്പിച്ച ഭാരതീയ ഗ്രന്ഥമാണ് വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രം. കൈലാസ്നാഥനായ പരമേശ്വരൻ്റെയും പത്നി പാർവതിയുടെയും പ്രണയലീലകളും രതിക്രീഡകളുമായിരുന്നുവത്രേ കാമശാസ്ത്ര രചനയ്ക്ക് ആധാരമായിട്ടുള്ളത്. കൈലാസത്തിൻ്റെ കാവൽക്കാരനായ നന്ദികേശ്വരനാണ് കാമശാസ്ത്രം എഴുതിയതെന്നും വാത്സ്യായനൻ അതിനെ ക്രോഡീകരിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. ലൈംഗികതയെ പാപമായി കണ്ടിരുന്ന യൂറോപ്യൻ മിഷണറിമാരുടെ സങ്കുചിത വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി രതിയുടെ രസാനുഭൂതികളെക്കുറിച്ച് ആധികാരികമായി എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ വാസകസജ്ജികയായ നായികമാരെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. സർവാഭരണ വിഭൂഷിതയായി ഇഷ്ടപ്പെട്ട പുരുഷനു വേണ്ടി പ്രണയപൂർവ്വം കാത്തിരിക്കുന്നവളാണ് വാസകസജ്ജിക. അവനു വേണ്ടിയാണ് അവൾ അണിഞ്ഞൊരുങ്ങുന്നതും ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതും. പ്രാണനാഥൻ്റെ കാലൊച്ച കേൾക്കുവാനും പരിരംഭണത്തിനായും കൊതിക്കുന്ന വാസകസജ്ജികയായ നായികയുടെ മനോരഥങ്ങളെക്കുറിച്ച് അരനൂറ്റാണ്ടിനു മുൻപേ പി. ഭാസ്കരൻ മാസ്റ്റർ തച്ചോളിയോധനൻ എന്ന ചിത്രത്തിനു വേണ്ടി എഴുതിയ ഒരു ഗാനം ആരെയും വിസ്മയിപ്പിക്കും. അഞ്ജന കണ്ണെഴുതി ആയിലത്താരി ചാർത്തി അറപ്പുര വാതിലിൽ ഞാൻ കാത്തിരുന്നു, മണവാളൻ എത്തും നേരം കുടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവനു വേണ്ടി ഉറക്കറയിൽ തൽപ്പമൊരുക്കുന്ന നായിക. അവളുടെ ആസക്തിയും അഭിനിവേശവും അടുത്ത വരികളിൽ വ്യക്തമാകുന്നുണ്ട്. മുടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാന്തും തൊട്ടു ഞാനിരുന്നു, കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണ മണിദീപം കൊളുത്തിവെച്ചു. എന്തൊരു പ്രണയ പാരവശ്യമാണ് ഈ വരികളിൽ. കാത്തിരിപ്പിൻ്റെ ഉന്മാദം തുളുമ്പുന്ന ഇത്ര മനോഹരമായ ഒരു ഗാനം പിന്നീട് വന്ന മലയാള ചലച്ചിത്രങ്ങളിലൊന്നും കേട്ടതായി ഓർക്കുന്നില്ല. 1961 പുറത്തിറങ്ങിയ ഉണ്ണിയാർച്ച എന്ന വടക്കൻ പാട്ട് സിനിമയുടെ ഉജ്ജ്വല വിജയം അന്നത്തെ മറ്റു പല നിർമ്മാണ കമ്പനികൾക്കും വൻ ആവേശമായി മാറി. അങ്ങനെ അക്കാലത്തെ പ്രശസ്ത ബാനറായ ടി.കെ. പരീക്കുട്ടിയുടെ ചന്ദ്രതാര പ്രൊഡക്ഷൻസ് ഒരു വടക്കൻ പാട്ട് സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. വടക്കൻ പാട്ടുകളിലെ വീരനായകനായ തച്ചോളിയോധനൻ്റെ ജീവിതകഥയാണ് ചന്ദ്രതാര പ്രൊഡക്ഷൻസ് ചലച്ചിത്രമാക്കാൻ തീരുമാനിച്ചത്. എസ്. രാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നായകനായി വേഷമിട്ടത് പൗരുഷത്തിൻ്റെ പ്രതീകമായിരുന്ന സത്യനായിരുന്നു. മധു, പി.ജെ. ആൻ്റണി, അംബിക, അടൂർ ബാസി, കുഞ്ഞാണ്ടി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന നടീനടന്മാർ. പി. ഭാസ്കരൻ മാസ്റ്ററുടെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ബാബുരാജ്. ഈ ഗാനത്തെ കൂടാതെ കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, നല്ലോല പൈങ്കിളി നാരായണക്കിളി, അപ്പം വേണം അടവേണം, ഏഴിമലക്കാടുകളിൽ കസ്തൂരി പൂശുന്ന, തച്ചോളി മേപ്പയിൽ കുഞ്ഞൊതേനൻ ഒന്നിങ്ങു വന്നെങ്കിൽ, നാവുള്ള വീണയൊന്ന് എന്നിവയെല്ലാമായിരുന്നു തച്ചോളിയോധനനിലെ നിത്യഹരിത ഗാനങ്ങൾ. 1964 ജനുവരി 31 പ്രദർശനത്തിനെത്തിയ തച്ചോളിയോധനൻ 60 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. മലയാള നാടിൻ്റെ സംഗീത സംസ്കാരത്തിന് ഊടും പാവും നൽകിയ വടക്കൻ പാട്ട് കഥകളും അവയെ താലോലിച്ചുണർത്തിയ മാസ്മരിക ഗാനങ്ങളും മലയാള സിനിമയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറെ ഖേദകരമായ വസ്തുത. ഫീച്ചർ തയ്യാറാക്കിയത് സതീഷ് കുമാർ, വിശാഖപട്ടണം. പാട്ടോർമ്മകൾ @365. അവതരണം ശ്രീലക്ഷ്മി.